പാക്കിംഗ് ഇൻ സോളിഡ്സ് എന്നാണ് നമ്മുടെ ബിഗ് ടേസ്റ്റ് ചാനലിലെ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്ക്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നോട്ട്സ് നമ്മൾ എഴുതിയപ്പോൾ ധാരാളം ഡയഗ്രാംസ് കണ്ടിട്ടുണ്ട്. ആ ഡയഗ്രാംസ് എങ്ങനെ ക്ലിയറാക്കി വരയ്ക്കാമെന്ന് മനസ്സിലാക്കുന്നതിനാണ് ഈ ക്ലാസ്. അപ്പോൾ ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സ് എന്ന ടോപ്പിക്കിൽ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ സോളിഡ്സിലും അല്ലെങ്കിൽ എല്ലാ ക്രിസ്റ്റൽസിലും പാർട്ടിക്കിൾസ് ഹാർഡ് സ്ഫിയേഴ്സാണ്, ഐഡൻറ്റിക്കലാണവ. അതായത് എല്ലാ സ്ഫിയേഴ്സിനും എല്ലാ ഗോളങ്ങൾക്കും ഒരേ സൈസാണ്. അതാണ് ഐഡൻറ്റിക്കൽ ഹാർഡ് സ്ഫിയേഴ്സ്. അത് ആറ്റംസോ അയോൺസോ മോളിക്യൂൾസോ എന്തും ആവും പാർട്ടിക്കിൾസ്. പക്ഷേ എല്ലാ പാർട്ടിക്കിളിനെയും നമ്മൾ ഐഡൻറ്റിക്കൽ ഒരുപോലെ ഒരേ സൈസായിട്ടാണ് കണക്കാക്കുക. അവയെല്ലാം ഗോളങ്ങളായിട്ടാണ് നമ്മൾ വരയ്ക്കുക. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗോളങ്ങളാക്കി എടുത്തിട്ടാണ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഈ സ്ഫിയേഴ്സ് അതായത് നമ്മുടെ പാർട്ടിക്കിൾസിനെ ഏറ്റവും അടുത്ത് അറേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും സ്റ്റേബിൾ സ്ട്രക്ചർ. അതായത് ക്ലോസസ്റ്റ് പാക്ഡ് ആയിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും സ്റ്റേബിൾ സ്ട്രക്ചർ. ക്ലോസസ്റ്റ് പാക്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം അടുത്ത്, പറ്റാവുന്നിടത്തോളം അടുത്ത് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം. അപ്പോഴാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ലഭിക്കുക. നമുക്കറിയാം നമ്മുടെ റിയൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ആ ടോട്ടൽ ക്രിസ്റ്റൽ ലാറ്റിസ് 3 ഡയമെൻഷനിലാണ്. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിലേക്ക് എത്തുന്നതിന് നമ്മൾ 2 വഴികളിലൂടെ കടന്നു പോകണം. അതായത് ഫസ്റ്റ് 1 ഡയമെൻഷണൽ പാക്കിംഗ്, ദെൻ 2 ഡയമെൻഷണൽ പാക്കിംഗ്, ദെൻ വി ഗെറ്റ് ദ 3 ഡയമെൻഷണൽ പാക്കിംഗ്. Therefore there are 3 steps in close packing in solids. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് 1 ഡയമെൻഷണൽ പാക്കിംഗ്. ഈ സ്ഫിയേഴ്സിനെ എങ്ങനെയാണ് നമുക്ക് 1 ഡയമെൻഷനായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കാൻ പറ്റുക? 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോ, ഒന്നുകിൽ എക്സ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ അല്ലെങ്കിൽ സെഡ് ഡയറക്ഷനിൽ മാത്രമേ പാർട്ടിക്കിൾസ് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ ആക്സിസ് അതായത് എക്സ് ഡയറക്ഷനാണ് ആദ്യം എടുക്കുക. എക്സ് ഡയറക്ഷനിൽ മാത്രമേ പാർട്ടിക്കിൾസ് ഉള്ളൂ, അതായത് ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ഉള്ളൂ എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ മാത്രം ഒരേ സൈസുള്ള സ്ഫിയേഴ്സിനെ ഒരു 4-5 എണ്ണത്തിന് വരയ്ക്കുക. കോമ്പസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കോയിൻ വെച്ചിട്ട് വരച്ചാലേ കറക്റ്റ് ഐഡൻറ്റിക്കൽ സ്ഫിയേഴ്സ് ആയിട്ട് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ 1 ഡയമെൻഷണൽ പാക്കിങ്ങിൽ ഒരു റോയിൽ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുക. അത് ഏറ്റവും അടുത്തടുത്ത് തൊട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. ഇതിലത്തെ ഈ ഒരു സ്ഫിയർ നമ്മൾ കണക്കാക്കി. അപ്പോൾ അതിനെ നിയറസ്റ്റ് നൈബേഴ്സ് എത്ര പേരുണ്ട്? അതിനെ തൊട്ട് നിൽക്കുന്ന സ്ഫിയേഴ്സ് എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ആ തൊട്ട് നിൽക്കുന്ന സ്ഫിയേഴ്സ് നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിക്കുകയാണ്. ഈ നിയറസ്റ്റ് നൈബേഴ്സിനെ നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്? കോർഡിനേഷൻ നമ്പർ. അപ്പോൾ കോർഡിനേഷൻ നമ്പർ ഇൻ ദ ക്ലോസസ്റ്റ് പാക്ഡ് അറേഞ്ച്മെൻറ്റ് ഈസ് 2. That is, what is coordination number? Total number of nearest neighbors present in the close packed structure. That is coordination number. Dimensional packing ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി എക്സ് ആക്സിസിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വൈ ഡയറക്ഷനിലും കൂടി പാർട്ടിക്കിൾസ് വെച്ചാൽ 2 ഡയമെൻഷണൽ പാക്കിംഗ് ആയി. അപ്പോൾ ആദ്യം എക്സ് ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് വയ്ക്കുക, അതായത് മുമ്പ് വരച്ച അതേപോലെ വരയ്ക്കുക. എക്സ് ഡയറക്ഷനിൽ ഒരേ സൈസുള്ള സ്ഫിയേഴ്സ് ഒരു റോ ആയിട്ട് വരച്ചു. ഇനി വൈ ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് വയ്ക്കാം. വൈ ഡയറക്ഷനിൽ അതേപോലെ തന്നെ ഒരു റോയ് കൂടെ ഉണ്ടാക്കി, പാർട്ടിക്കിൾസ് വെച്ചിട്ടുള്ള ഒരു റോയ് കൂടെ ഉണ്ടാക്കി. മാക്സിമം ടച്ച് ചെയ്ത് നിൽക്കണം. അതായത് ക്ലോസ് പാക്ഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കണം, ഗ്യാപ്പ് ഇടയിൽ പോവരുത്. ഇതാണ് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്. അതായത് ഹിയർ ദർ ഈസ് ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ അലൈൻമെൻറ്റ്. അതായത് ഹൊറിസോണ്ടലായിട്ട് നോക്കിയാലും വെർട്ടിക്കലായിട്ട് നോക്കിയാലും നമുക്ക് ഒരേപോലെ സ്ഫിയേഴ്സിനെ കാണാം. അതുകൊണ്ട് എല്ലാ റോസും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ഒരേ പേരിടാം എല്ലാത്തിനും. അതായത് ആദ്യത്തെ റോയ്ക്ക് എ എന്നാണ്, രണ്ടാമത്തെ റോയും എ, മൂന്നാമത്തെ റോയും എ. അതുകൊണ്ട് ഈ അറേഞ്ച്മെൻറ്റിനെ നമുക്ക് എ പാക്കിംഗ്, എ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കാം. കാരണം എല്ലാ റോസും ഒരുപോലെ ആയതുകൊണ്ട് ഒരേ പേരിട്ടു. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്ഫിയർ, ഈ അറേഞ്ച്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്ഫിയർ നമുക്ക് കണക്കിലെടുക്കാം. അതിൻ്റെ നിയറസ്റ്റ് നൈബേഴ്സ് അല്ലെങ്കിൽ തൊട്ട് നിൽക്കുന്ന സ്ഫിയേഴ്സ് എത്ര എണ്ണം വരുന്നുണ്ട്? മുകളിലൊരു സ്ഫിയർ വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ഒരെണ്ണം വരുന്നുണ്ട്, താഴെ ഒരെണ്ണം, ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം. ടച്ചിങ് സ്ഫിയേഴ്സാണ്. അതിനെയാണ് നമ്മൾ നിയറസ്റ്റ് നൈബേഴ്സ് എന്ന് പറയുക. അപ്പോൾ നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ എണ്ണം, അതാണ് നമ്മുടെ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ ഇവിടെ കോർഡിനേഷൻ നമ്പർ നമുക്ക് 4 എന്നാണ് കിട്ടുക. ഈ അറേഞ്ച്മെൻറ്റിലെ കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയാണ് 4 കിട്ടിയെന്ന് മനസ്സിലായില്ല. നിയറസ്റ്റ് നൈബേഴ്സ്, തൊട്ട് നിൽക്കുന്ന നൈബേഴ്സ്. അത് ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഫിയർ എടുത്താൽ ഇതുപോലെ നമുക്ക് 4 നൈബേഴ്സ് തൊട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും.
അപ്പോൾ ഇതാണ് നമ്മുടെ കോർഡിനേഷൻ നമ്പർ. ഇനി ഈ 4 സ്ഫിയേഴ്സ്, അതായത് കോർഡിനേഷൻ നമ്പർ കാണിക്കാനായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്ത 4 നിയറസ്റ്റ് നൈബേഴ്സ്, അവയുടെ സെൻറ്റേഴ്സ് ഒന്ന് യോജിപ്പിച്ച് നോക്കുക. അവയുടെ സെൻറ്റേഴ്സ് യോജിപ്പിച്ച് നോക്കിയാൽ നമുക്ക് ഒരു സ്ക്വയറാണ് കിട്ടുക. സ്ക്വയർ കറക്റ്റായിട്ട് സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വരച്ച സ്ഫിയേഴ്സ് ഐഡൻറ്റിക്കൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ അത് കറക്റ്റ് സ്ക്വയർ ആയിട്ട് വരുള്ളൂ. റഫായിട്ട് വരച്ചാൽ ഏകദേശം ഒരു സ്ക്വയർ ആയിട്ട് മാത്രമേ കിട്ടുള്ളൂ. ഏതായാലും അത് സ്ക്വയർ ലഭിക്കുന്നതുകൊണ്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റിന് നമ്മൾ പേരിട്ടു എന്ത്? സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. അപ്പോൾ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലെ ഒരു അറേഞ്ച്മെൻറ്റ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ആ സ്ക്വയർ ക്ലോസ് പാക്കിന് പേരിടാൻ കാരണം? ഈ നിയറസ്റ്റ് നൈബേഴ്സിൻ്റെ സെൻറ്റേഴ്സ് യോജിപ്പിക്കുമ്പോൾ സ്ക്വയർ കിട്ടുന്നു. അതുകൊണ്ടാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നമ്മൾ പേരിട്ടത്. ഇനി വേറൊരു കാര്യം, ഇതിൽ ഈ അറേഞ്ച്മെൻറ്റിൽ സ്ഫിയേഴ്സിൻ്റെ ഇടയിൽ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം കാണുന്നുണ്ട്. അതെ, ആ ഒഴിഞ്ഞ സ്ഥലത്തിനെ പറയുന്ന പേരാണ് വോയിഡ്, എംപ്റ്റി സ്പേസ് ഇൻ ക്ലോസ് പാക്കിംഗ്, ദാറ്റ് ഈസ് നോൺ ആസ് വോയിഡ്. അപ്പോൾ വോയിഡ്സ് ഉണ്ട് ഇതിൽ. ഈ സ്ക്വയർ ക്ലോസ് പാക്കിൽ കുറച്ച് വോയിഡ്സിനെയൊക്കെ കാണാനുണ്ട്. ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. Thus is the 2-dimensional structure of square closed packing. ഇനി നമ്മുടെ രണ്ടാമത്തെ 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ആണ്. നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് കണ്ടു കഴിഞ്ഞു. ഇനി വേറൊരു തരത്തിലും കൂടി നമുക്ക് 2 ഡയമെൻഷനായിട്ട് പാർട്ടിക്കിൾസിനെ വെക്കാം. ആ അറേഞ്ച്മെൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം വീണ്ടും നമ്മളൊരു എക്സ് ആക്സിസിലുള്ള പാർട്ടിക്കിൾസിനെ വയ്ക്കുക. അതായത് 1 ഡയമെൻഷണൽ പാക്കിംഗ് ആദ്യം വയ്ക്കുക. 1 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്, അതായത് എക്സ് ഡയറക്ഷനിൽ മാത്രം പാർട്ടിക്കിൾസ്. ഈ എക്സ് ഡയറക്ഷനിൽ വെച്ച പാർട്ടിക്കിൾസിന് ഇനി വൈ ഡയറക്ഷനിലേക്ക് കൂടി പാർട്ടിക്കിൾസ് ഇതുപോലെ തൊട്ട് വെച്ചാൽ അത് 2 ഡയമെൻഷനിലായി. അപ്പോൾ വൈ ഡയറക്ഷനിലെ പാർട്ടിക്കിൾസ് നമ്മൾ ആദ്യം വെച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ രീതിയിലാണ് പാർട്ടിക്കിൾസ് വയ്ക്കുന്നത്. അതായത് 2 സ്ഫിയറിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലാണ് നമ്മൾ അടുത്ത റോ ഉണ്ടാക്കുന്നത്. ഈ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ഫ്രൂട്ട്സ് ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കുറച്ചുകൂടി സ്റ്റേബിൾ അറേഞ്ച്മെൻ്റ് ആണ്, അല്ലെങ്കിൽ മോർ എഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. കാരണം അതിൽ കൂടുതൽ തൊട്ട് നിൽക്കുന്നുണ്ട് സ്ഫിയേഴ്സ്, ഒഴിഞ്ഞ സ്ഥലം അധികം കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രൂട്ട്സ് ഷോപ്പിലൊക്കെ ഈ ഒരു അറേഞ്ച്മെൻറ്റ് അവർ പ്രിഫർ ചെയ്യുന്നത്. കുറച്ചുകൂടി സ്റ്റേബിളാണ് ആ സ്ട്രക്ചർ, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് കൂടുതൽ സ്ഫിയേഴ്സിനെ, കൂടുതൽ പാർട്ടിക്കിൾസിനെ കുറഞ്ഞ സ്ഥലത്ത് വെക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്ലോസസ്റ്റ് പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഫിയർ എടുക്കുക. ഏതെങ്കിലും ഒരു സ്ഫിയർ നമ്മൾ കണക്കിലെടുത്താൽ അതിൻ്റെ ടച്ചിങ് സ്ഫിയേഴ്സായിട്ട്, അതായത് നിയറസ്റ്റ് നൈബേഴ്സായിട്ട് എത്ര പേരുണ്ടാവും? 6 സ്ഫിയേഴ്സിനെ കാണാം. ഈ 6 സ്ഫിയേഴ്സിൻ്റെ സെൻറ്റേഴ്സ് യോജിപ്പിച്ചാൽ നമുക്ക് ഏതൊരു ഷേപ്പ് കിട്ടും. ആ ഷേപ്പ് എന്താണോ കിട്ടുന്നത് അതനുസരിച്ചാണ് ആ അറേഞ്ച്മെൻറ്റിന് പേരിടുക. ഇപ്പോൾ നമുക്ക് 6 സ്ഫിയേഴ്സിൻ്റെ സെൻറ്റേഴ്സ് യോജിപ്പിച്ചപ്പോൾ കിട്ടിയത് ബെൻസീൻ്റെ പോലുള്ള സ്ട്രക്ചർ, അതായത് ഹെക്സഗൺ ആണ്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് എന്ത് പേരിടാം? ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, അതായത് HCP എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഇനി ഇത് 2 ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്തതാണ് പാർട്ടിക്കിൾസ്, 3 ഡയമെൻഷനിൽ ആയിട്ടില്ല. അതുകൊണ്ട് അതിനെ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയുകയാണെങ്കിൽ 2 ഡയമെൻഷനിൽ HCP അല്ലെങ്കിൽ 2D HCP, ഇതാണ് ഈ അറേഞ്ച്മെൻറ്റിൻ്റെ പേര്, 2 ഡയമെൻഷണൽ HCP. എന്തുകൊണ്ടാണ് HCP എന്ന് പേരിട്ടത്? ഹെക്സഗൺ കിട്ടിയതുകൊണ്ട്. എപ്പോഴാണ് ഹെക്സഗൺ കിട്ടിയത്? ആ 6 നിയറസ്റ്റ് നെയ്ബേഴ്സിൻ്റെ സെൻറ്റേഴ്സ് യോജിപ്പിച്ചപ്പോൾ ഹെക്സഗൺ കിട്ടി. അതുകൊണ്ടാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആയത്. അപ്പോൾ ഇവിടെ ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൽ എത്രയാണ് കോർഡിനേഷൻ നമ്പർ? 6. എങ്ങനെ കോർഡിനേഷൻ നമ്പർ 6? നമ്പർ ഓഫ് നിയറസ്റ്റ് നൈബേഴ്സ് ഇൻ ദ ക്ലോസ് പാക്ക് സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോർഡിനേഷൻ നമ്പർ. ഇനി ഇതിലെ ഓരോ റോയും നോക്കുക. ഫസ്റ്റ് റോയ്ക്ക് നമ്മൾ A എന്ന് പേരിടുകയാണെങ്കിൽ സെക്കൻഡ് റോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അലൈൻമെൻറ്റാണ്, അതുകൊണ്ട് അതിന് B എന്ന് പേരിട്ടു നമ്മൾ. ഇനി തേർഡ് റോ ശ്രദ്ധിച്ച് നോക്കൂ. തേർഡ് റോയും ഫസ്റ്റ് റോയും ഒരേപോലെയല്ലേ വരുന്നത്, അതുകൊണ്ട് തേർഡ് റോയ്ക്ക് വീണ്ടും നമുക്ക് A എന്ന് പേരിടാം. ഇനി ഫോർത്ത് റോയും സെക്കൻഡ് റോയും ഒരുപോലെ വരും, അതുകൊണ്ട് അതിന് വീണ്ടും B എന്ന് പേരിടാം. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് നമുക്ക് വേറൊരു പേര് കൂടി പറയാം, AB പാറ്റേൺ അല്ലെങ്കിൽ AB അറേഞ്ച്മെൻറ്റ്. ഇതാണ് 2 ഡയമെൻഷൻ HCPയുടെ വേറൊരു പേര്. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ കുറച്ചുകൂടി വലിയ വോയിഡ്സിനെ കണ്ടിരുന്നു. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റിലും വോയിഡ്സ് ഉണ്ട്, പക്ഷേ ആ വോയിഡ്സ് കുറച്ചുകൂടി കുറവാണ്, അല്ലെങ്കിൽ ചെറുതാണെന്ന് മാത്രം. ട്രയാങ്കിൾ ഷേപ്പാണ് ഈ വോയിഡ്സ് നമ്മൾ കാണുന്നത്. ഈ HCPയിലെ വോയിഡ്സ് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധയിൽ നമ്മളപ്പെടും. അതായത് ഈ ട്രയാങ്കിൾ 2 തരത്തിലുള്ള ട്രയാങ്കിളിലെ കാണാനുണ്ട്. മുകളിലേക്ക് കൂർത്ത ഭാഗം വരുന്ന ട്രയാങ്കിളും താഴത്തേക്ക് കൂർത്ത ഭാഗം വരുന്ന ട്രയാങ്കിളും. അതായത് അപ്പെക്സ് പോയിൻറ്റിങ് അപ്വേർഡ്, അപ്പെക്സ് പോയിൻറ്റിങ് ഡൗൺവേർഡ്. അങ്ങനെ 2 തരത്തിലുള്ള വോയിഡ്സാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ കാണുന്നത്. ഇത് ട്രയാങ്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ
2 ഡയമെൻഷണൽ HCPയിലെ വോയിഡ്സിനെ നമ്മൾ ട്രയാങ്കുലാർ വോയിഡ്സ് അല്ലെങ്കിൽ ട്രയഗണൽ വോയിഡ്സ് എന്നാണ് പേരിടുക. 2 തരത്തിലുള്ള ട്രയാങ്കുലാർ വോയിഡ്സ് ആണ് HCPയിലുള്ളത് എന്നും മനസ്സിലായി. This is the structure of two-dimensional hexagonal closed packing or 2D HCP. ക്ലോസ് പാക്കിംഗ് ഇൻ സോളിഡ്സിലെ 1 ഡയമെൻഷണൽ ആൻഡ് 2 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 ഡയമെൻഷണൽ പാക്കിങ്ങും 3 ഡയമെൻഷണൽ പാക്കിങ്ങിലെ 2 തരം വോയിഡ്സ്, ടെട്രാഹെഡ്രൽ, ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എന്നീ 2 ടോപ്പിക്കുകളാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.